സൃഷ്ടാവും പിതാവും ആയ ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആര് വിശ്വസിക്കുന്നു? ഞാൻ. പക്ഷെ ഈ ഞാനാരാ? അപ്പൊ ഈ വിശ്വാസ പ്രമാണത്തിൽ ഈ ദൈവത്തെക്കുറിച്ച്, പിതാവിനെക്കുറിച്ച്, പുത്രനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ചെല്ലാം നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷെ അത് പ്രഖ്യാപിക്കുമ്പോൾ വി ആർ സപ്പോസ്ഡ് ടു ഹാവ് അണ്ടർസ്റ്റുഡ്. നമ്മൾ ഒരു സ്റ്റാൻഡിലാണ്, നമ്മൾ ആരാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അത് പറയണെന്നുള്ളതാണ് അതിൻ്റെ ഘട്ടം. ഇപ്പോൾ നമ്മൾ ആരാണെന്ന് കൂടുതലായിട്ട് അറിയുമ്പോഴാണ് ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ വലിയ ശക്തി നമ്മളിലേക്ക് ഒഴുകുന്നുള്ളൂ. അല്ലെങ്കിൽ അതും ഒരു മന്ത്രം മാതിരി ഇങ്ങനെ മന്ത്രിച്ചു പോകും. ഈശോ അല്ല, ദൈവം തമ്പുരാൻ ഉൽപ്പത്തിയിലെ മനുഷ്യനെ സൃഷ്ടിച്ച ആ സംഭവത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നത് ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ 26-ാമത്തെ വചനം. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ 26-ാമത്തെ വചനത്തിൽ എല്ലാവരും ഒന്നെടുത്ത് വായിക്കാം. ഉൽപ്പത്തി 1-ാം അധ്യായം 26-ാമത്തെ വചനം പറയുന്നത് എന്താണ്? ദൈവം വീണ്ടും അരുളി ചെയ്തു. എല്ലാവരും ശബ്ദമുയർത്തി കരമുയർത്തി എന്ന് ഏറ്റു പറഞ്ഞ് ശബ്ദമുയർത്തി കരമുയർത്തി. കരം ഉയർത്തി മുദ്രാവാക്യമൊക്കെ വിളിക്കണമായിരിങ്ങനെ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ഉറങ്ങാതിരിക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യം കൂടിയാണ്. അതുകൊണ്ട് ഒന്ന് ഇങ്ങനെ കൈ വീശി എന്ന് പറഞ്ഞ് ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. മതി 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 മതി, ഇത്ര മതി. ഒന്നുകൂടി പറഞ്ഞാൽ അവരും ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഇനി ഒരു ചോദ്യമാണ്. ചോദ്യം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ പേടിയായിരുന്നു. ചോദ്യം, എന്താണ് ഈ ഛായ? ചോദ്യം നമ്പർ 1. ചോദ്യം നമ്പർ 2, എന്താണ് സാദൃശ്യം? അപ്പൊ ഛായ, ഈ ഛായ എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ഉച്ചത്തിലൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അത് നല്ല കോൺഫിഡൻറ്റോടുകൂടി ഉത്തരം അറിയാമെന്നുള്ളൊരു കൈപൊക്കിയേ. ഛായ, എന്താണ് ആ ഛായ എന്നുള്ളത്? അതിൻ്റെ ഉത്തരം അറിയാവുന്നതൊന്ന് കൈപൊക്കിയേ. ഒരു കൈ അങ്ങ് ദൂരെ, 2, 1, 2, 2. കോൺഫിഡൻറ്റ് വരുന്നില്ല, പകുതി വരെയൊക്കെ പോകുന്നുണ്ട്. 1, 2, 3, 4, 5, 6. ഒരുപാട് പേര് പോകുന്നുണ്ട്. ഓക്കെ, നാം പറഞ്ഞ എന്താണ്? ദൈവത്തിൻ്റെ ഒരു, അത് തന്നെയാണ് ഈ ഛായ എന്ന് പറയുന്നത്. പക്ഷെ എന്താണ് ആ ഛായ? വാട്ട് യു അപ്പൊ കൈപൊക്കിയ ആൾക്കാരുണ്ട്. എന്താണ് ഛായ? ചേച്ചി പറഞ്ഞു. അതെ, ആ സെയിം ലൈക്ക് പറഞ്ഞ എന്തെന്ന് നമ്മളതിനകത്ത് മനസ്സിലാക്കുന്നത്. സെയിം ലൈക്ക്, അത് വെറും ട്രാൻസ്ലേഷൻ അല്ലേ ആവുന്നുള്ളൂ. ഈ കൈവക്കിയ ആളുകളൊന്ന് ഉച്ചത്തിലൊന്ന് പറഞ്ഞ്. സ്നേഹം ഈസ് ഒരു എമോഷനാണ്. ഒരു സ്നേഹത്തിന് ഒരാളുണ്ടായ സ്നേഹമാവോ? 2 ആളുണ്ടായാലേ സ്നേഹമാവും. എന്താ ഛായ? ആ ഉത്തരത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒട്ടനെ എനിക്ക് ക്ലീന്ന് മനസ്സിലാവും. അതെ, അതേപോലെ തന്നെ ആസ് ഇറ്റ് ഈസ്. അത് എന്തോന്നാ അത്? എന്റെ ദൈവമേ, നിങ്ങൾക്കൊക്കെ ആരാ പാസ്പോർട്ട് തന്നെ? നിങ്ങൾ ആരാ വിസ തന്നത്? ആരാ നിങ്ങളെ പാസ്സാക്കി ഇങ്ങോട്ട് വിട്ടത്?
നിങ്ങളുടെ എൽഡറും പാസ്റ്ററും ഒക്കെ എവിടെ വന്ന് അവരോട് എന്ത് പറയും? ഒരാൾ പോലും ഇല്ല. അപ്പൊ നിങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കിയുള്ള ദൈവജനത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ അതിനാണ് ഞങ്ങൾ ധ്യാനിക്കാൻ വന്നേക്കണത്. അല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ധ്യാനത്തിന് വന്നേക്കണത്. എന്താ ഞാൻ ഈ കേൾക്കണേ? എന്താ ഞാൻ ഈ കാണണേ? യു ആർ വെരി നിയർ. പക്ഷെ അതിന് വേറൊരു വാക്കുണ്ട്. യു ആർ വെരി നിയർ. ആകൃതിയും പ്രകൃതിയും. മലയാളത്തിൽ പ്രാസം വെച്ച് പ്രഭാഷണം നടത്താൻ പ്രവൃത്തിയ പ്രാവീണ്യവും പ്രാഗൽഭ്യവും ഉണ്ട്. കുറച്ചു നേരം നിങ്ങളൊന്നങ്ങ് പറയും. കുറച്ചു നേരം ഇന്ന് വിഷമിക്കട്ടെ. വെറുതെ ഒന്നും അങ്ങനെ പറയില്ല ഞാൻ. ഫിസിക്കൽ ഇതൊക്കെ ഭയങ്കര, അതാണ് പ്രകൃതിയും ആകൃതിയും എന്നൊക്കെ പറഞ്ഞത്. ഒരു ഫിസിക്കൽ ബീയിങ്. ഇമേജ് മലയാളം ഇംഗ്ലീഷാക്കി പറഞ്ഞതാണ്. വലിയ കണ്ടുപിടുത്തം. ചായ എന്ന് പറഞ്ഞ ഇമേജ്. English spirit. Then God said that I will create man in my own image and likeness. Genesis 1:26. Image and likeness. What is that image? എല്ലാവരും തോറ്റെന്നൊന്ന് കൈപോക്കി പറഞ്ഞ്. അങ്ങനെ വല്ലപ്പോഴും തോറ്റു കൊടുക്കുക. കണ്ടോ? എല്ലാവരും തോറ്റു. ഈ ജ്ഞാനം കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം ഇതാണ്. കർത്താവേ, എനിക്കറിയില്ല. മറിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിക്കുകയാണ്. അതൊക്കെ എനിക്കറിയാം, ഇയാൾ പറഞ്ഞു കണ്ടിട്ടുള്ള ആവശ്യം. അപ്പൊ ജ്ഞാനം വരുമോ? അതൊക്കെ എനിക്കറിയാം, ഐ നോ ഓൾ ദീസ് തിങ്സ്. ഇങ്ങനെ ഒരു വീക്ഷണം നമുക്കുണ്ടാകുകയാണെങ്കിൽ ജ്ഞാനം, അതാണ് ജ്ഞാനത്തിന് നമ്മളിൽ ഒഴുകാൻ പറ്റാത്ത ഒരു തടസ്സം എന്ന് പറയുന്നത്. എന്താണ് തടസ്സം? ജ്ഞാനം നമ്മളിൽ തന്നെയുണ്ട്. നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചേക്കണം, ഇല്ലേ? ജ്ഞാനസ്നാനത്തിലൂടെ ജ്ഞാനം മുഴുവൻ നമ്മളിൽ ഉണ്ടെങ്കിലും അത് നമ്മളിൽ ഒഴുകാത്തത് എന്തുകൊണ്ടാണ്? അതൊക്കെ എനിക്കറിയാം. മറിച്ച് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ തോറ്റേ എന്ന് പറയുമ്പോൾ ഉടനെ ജ്ഞാനം ഒഴുകുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് നിങ്ങളിനി ഈ ധ്യാനം കഴിഞ്ഞ് ഹോസ്റ്റലിലോ ഡ്യൂട്ടിയിലോ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കൂലേ, എങ്ങനെ ഉണ്ടായിരുന്നു ധ്യാനം? അപ്പം നിങ്ങൾ ആദ്യം ചോദിക്കാൻ പോണത് എന്താ? നീ ഒന്ന് ഉത്തരം പറയാമോ? എന്താണ് ഈ സാദൃശ്യം? എന്താണ് ഈ ഛായ? അത് കലം മാതിരി ഇരിക്കും. കലം മാതിരി, വെണ്ടയ്ക്ക മാതിരി ഇരിക്കും. താങ്ക് യു. എനിവേ, ഐ അപ്രീഷിയേറ്റ്. എത്രയെങ്കിലും പരിശ്രമിക്കുന്നത് നല്ലതാണ് അങ്ങനെ പറയാൻ. ഓക്കെ. ഇതൊന്നും ആലോചിച്ച് നോക്കി. നമ്മൾക്കിത് അറിയാൻ പാടില്ല എന്ന് പറയണതിൽ രണ്ട് വശമാണ്. ഒന്ന് നമ്മുടെ ഓറിയന്റേഷൻ. ഇതിപ്പോ നമ്മളാരുടെയും കുറ്റം മാത്രമല്ല, അത് കുറ്റമുണ്ട് കേട്ടോ. താങ്ക് യു. നമ്മൾ കുഞ്ഞുനാളിലെ നമ്മൾ എന്താ ആദ്യം പഠിപ്പിക്കണേ? നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് ലോകത്തിന്റെ ജ്ഞാനമാണ് പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ജ്ഞാനം നമ്മൾ പഠിപ്പിക്കുന്നില്ല. ഓക്കെ. നമ്മൾ ആരെയും കുറ്റം പറയണ്ട, ശ്രദ്ധിക്കണം.
പറഞ്ഞു നമുക്ക്. നമുക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവം, നമുക്കറിയാം ദൈവം ഏകദൈവമാണ്. പക്ഷെ അപ്പൊ എന്താ പറയുന്നത്? ദൈവം നമുക്ക് എന്ന് പറഞ്ഞാൽ ആ ഏകദൈവത്തിൽ ആരുണ്ട്? 3 ആളുകളുണ്ട്. 3 ആരുണ്ട്? ആളുകളുണ്ട്. ഒന്നെല്ലാവരും പറഞ്ഞ്, ഏകദൈവത്തിൽ 3 ആളുകളുണ്ട്. ഒന്നുകൂടി പറഞ്ഞ്, 3 ആരുണ്ട്? ആള്. ഈ ആള് എന്ന് പറഞ്ഞാൽ വ്യക്തിത്വമാണ്, വ്യക്തി. God is one, but in that one God there are 3 persons. 3 വ്യക്തികളുണ്ട്. ആ ദൈവത്തിലുള്ള 3 വ്യക്തികളുടെ ആ വ്യക്തിത്വത്തിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് വ്യക്തിത്വം. വ്യക്തിത്വം, പേഴ്സണാലിറ്റി, പേഴ്സൺ. God created man as a person. ഒരാളായിട്ടാണ് സൃഷ്ടിച്ചത്. അത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ we continue to think like this. ഇപ്പോൾ ഒരു ആനയെ ദൈവം സൃഷ്ടിച്ചു. ആന വ്യക്തിയാണോ? ഒരു നല്ല സൗന്ദര്യമുള്ള ഒരു മയിൽ, ആടും മനോഹരമാണ്. പക്ഷേ വ്യക്തിയാണോ? ഒന്ന് പറയേ നിങ്ങൾ. വ്യക്തിയാണോ? അല്ല. നല്ല വലിയൊരു എന്ത് മീനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്? ആ മീനിന്റെ പേര് പറയും. തിരുതയോ കാളാഞ്ചിയോ? അത് നല്ല മീൻ, അത് വ്യക്തിയാണോ? എന്തിനു പറയുന്നു? ഈ മനോഹരമായ, ഇവിടെ മനോഹാരിത ഒന്നും ഇവിടെ ഉള്ളതല്ലേ. മനോഹരമായ പൂങ്കാവനങ്ങൾ, തോട്ടങ്ങൾ, ഉയർന്നു നിൽക്കുന്ന മരങ്ങൾ വ്യക്തിയാണോ? എന്തോന്നും പറയാത്ത? എന്തിനു പറയുന്നു? ഈ നക്ഷത്രങ്ങളും ഈ സൂര്യനും ചന്ദ്രനെയും ദൈവം സൃഷ്ടിച്ചുവെങ്കിലും അവർ വ്യക്തിയാണോ? Now you see God, ഇവരെല്ലാത്തിനെയും ദൈവം സൃഷ്ടിച്ചതിന് ശേഷം ദൈവം പറയാണ്, ഇനി നമുക്ക് നമ്മുടെ വ്യക്തിത്വം കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേക സൃഷ്ടിയെ ഉണ്ടാക്കണം. നമ്മുടെ ഓൺ വ്യക്തിത്വം. അങ്ങനെ ദൈവത്തിൻ്റെ വ്യക്തിത്വമാണ്. ആ കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് അവിടെ ഇരിക്കുന്നത് അതിന് 357 ഖണ്ഡിക. ഞാനിതൊരു ചർച്ച് ടീച്ചിങ്ങിനെ 357 ഖണ്ഡിക സാവധാനം എടുത്തോ. യു ടേക്ക് ആൻഡ് റീഡ്. 357 നോട്ട് ചെയ്ത് വെച്ചോ. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച്. ഗൂഗിൾ സെർച്ച് ഉള്ളവർക്ക് ഇപ്പം തന്നെ പഠിച്ചിരിക്കും. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് 357 അടിച്ച് നോക്ക്. അപ്പം അതിനകത്ത് പറയും. അവിടെ എഴുതിയിരിക്കുന്ന ഇതാണ് 357. ഇങ്ങനെയില്ല, അതിവിടെ അടുത്ത് ഈ നമ്പറാണ് 300. അതെയോ, ഞാൻ എടുത്ത് തന്നെ 357. ദൈവഛായയിലായിരിക്കുന്നതിനാൽ മനുഷ്യന് ഒരു വ്യക്തിയുടെ മഹാത്മ്യമുണ്ട്. എല്ലാവരും ഒന്ന് കരമുയർത്തി. ദൈവഛായയിലായിരിക്കുന്നതിനാൽ മനുഷ്യന് ഒരു വ്യക്തിയുടെ മഹാത്മ്യമുണ്ട്. അവൻ കേവലം ഒരു വസ്തുവല്ല, പ്രത്യുത ഒരാള്. സ്വയം അറിയുവാനും സ്വയം ഉൾക്കൊള്ളുവാനും സ്വതന്ത്രമായി സ്വയം ദാനം ചെയ്യുവാനും ഇതര വ്യക്തികളുമായി സംസാരത്തിൽ ഏർപ്പെടുവാനും കഴിവുള്ളവനാണ് മനുഷ്യൻ. കൃപാവരത്തിലൂടെ സൃഷ്ടാവുമായി ഒരു ഉടമ്പടിയിലേക്ക് അവൻ വിളിക്കപ്പെട്ടിരുന്നു. മറ്റൊരു സൃഷ്ടിക്കും
വിധത്തിലുള്ള വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രത്യുത്തരം അവിടത്തേക്ക് നൽകാൻ വേണ്ടിയാണ്. ഇതിപ്പോ ഇറ്റ്സ് ഗോയിങ് ടു ഓപ്പൺ എ ബിഗ് അരേന. ഇപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ മേഖല തുറക്കാൻ പോവുകയാണ്, തുറന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ബോധ്യത്തിലാണ് വിശ്വാസ പ്രമാണം. ഇനി ഒന്ന് പറഞ്ഞേ, സർവശക്തനും പിതാവും സൃഷ്ടാവും സർവശക്തനും ആയ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ? അപ്പൊ ഞാൻ ആരാ? ഞാൻ ദൈവത്തിന്റെ അതേ വ്യക്തിത്വമുള്ള ഒരാളാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, എന്താണ് സാദൃശ്യം? ഇപ്പൊ നമ്മൾ ഉത്തരം പറഞ്ഞത് ഛായ, ഛായയിലും സാദൃശ്യത്തിലും. എന്താ സാദൃശ്യം? അതിനാരെങ്കിലും ഉത്തരം പറയാൻ ശ്രമിക്കണോ? ഇനി വേണ്ട അല്ലേ? വേണ്ട, സമയം കളയണ്ട. സാദൃശ്യം എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ തൻ്റെ ഛായ, മനസ്സിലായി, വ്യക്തിത്വം, ദൈവത്തിൻ്റെ ആ വ്യക്തിത്വത്തിൻ്റെ സാദൃശ്യം എന്താ? ആത്മീയവും അനശ്വരതയുമാണ്. എന്ന് പറഞ്ഞ എല്ലാവരും, ആത്മീയവും അനശ്വരവും. ദൈവം നിത്യനാണ്. ദൈവം ഒരിക്കലും മരിക്കുന്നുണ്ടോ? ദൈവത്തിന് മരണമുണ്ടോ? ദൈവം മരണമില്ലാത്തവനാണ്. ആ മരണമില്ലായിക, അതാണ് അനന്ത ജീവൻ എന്ന് പറയുന്നത്. നിത്യമായ ജീവൻ, ഒരിക്കലും മരിക്കാത്ത. അതേസമയത്ത് ആത്മീയമാണ്, സ്പിരിറ്റ് നേച്ചർ, അരൂപിയാണ്. ആത്മീയവും അനശ്വരവും. ആ സാദൃശ്യമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളും ഒരിക്കലും മരിക്കാത്തവരാണ്. നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അനന്തതയ്ക്ക് വേണ്ടി. വചനം വരുന്നു. ജ്ഞാനം 2:23. ജ്ഞാനം 2:23. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനം 2:23. അത് പറയുന്ന ഇതാണ്, അനശ്വരതയ്ക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. അനശ്വരതയ്ക്ക് വേണ്ടിയാണ്. തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ജ്ഞാനം 2:23. എല്ലാവരും കരമുയർത്തി ശബ്ദമുയർത്തി അങ്ങ് സ്വീകരിച്ചുകൊണ്ട്, ഇത് നമ്മുടെ കാര്യമാണ് ഈ പറയണത്. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തന്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. ഒന്നുകൂടി എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, ദൈവം മനുഷ്യനെ തന്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. എന്തോ ഒരു വലിയ അറിവാണത്, ഇല്ലേ? അത് ആരെക്കുറിച്ചുള്ള അറിവാണ്? നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ്, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നമ്മുടെ വ്യക്തിത്വം. ഇനി സുവിശേഷം വായിക്കുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേറെ തരത്തിൽ മനസ്സിലാവും. മാത്രമല്ല, ഇനിയും മറ്റുള്ളവരെ കാണുമ്പോൾ ആ കഴുതിയോട് പറഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല, ഇങ്ങനെ ഒന്നും ഇനി പറയരുത്. വായ തുറക്കുമ്പോൾ ഉടനെ ചിന്തിക്കുക, അയ്യോ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിച്ച ഇത്രയും മഹോന്നതനായ വ്യക്തിയാണോ ഞാനിങ്ങനെ പറയണേ? മനസ്സിലായോ? ഇനി നിങ്ങളുടെ ശുശ്രൂഷയിൽ ഒന്ന് ചിന്തിച്ച് നോക്കി. നാളെ ഈ രോഗിയെ കാണുമ്പോൾ അതാരാ കിടക്കുന്നത്? ആരാ അവിടെ കിടക്കുന്നത്? യേശു. അത്
ഒരു വശം. അതേസമയം മറ്റൊരു വശം എന്താണ്? ദൈവത്തിൻ്റെ ഛായയിലും. അതുകൊണ്ടല്ലേ അത് യേശു ആവുന്നത്. ദാറ്റ്സ് എ ഗുഡ് ഡെവലപ്മെന്റ് അല്ലേ? എന്തുകൊണ്ടാണ് അത് യേശുവാണെന്ന് യേശു തന്നെ പറയുന്നത്? നമ്മൾ ഓരോരുത്തരും മറ്റൊരു യേശു തന്നെയാണ്. നമ്മൾ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ പോലെ ആണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തെ പോലെ. അതുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചത് നഷ്ടപ്പെടാൻ ദൈവം സമ്മതിക്കുമോ? അങ്ങനെയാണ് രക്ഷാകര പദ്ധതിയുടെ ഉത്ഭവം. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. പക്ഷേ പിശാചിന്റെ കുടില തന്ത്രത്തിൽ വിട്ടു. അവൻ ദൈവത്തിൽ നിന്നും അകലുന്ന തരത്തിലുള്ള ഒരു പാപത്തിൽ വീണുപോയി. ഈ പാപത്തിൽ വീണുപോയി എങ്കിലും അവന് ഈ സാദൃശ്യവും ഛായയും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കുരിശിനാൽ ദൈവം വീണ്ടെടുത്തു ഇല്ലേ? ആ നഷ്ടപ്പെട്ട ഒരു ടാർണിഷ്ഡ് ഇമേജ്, ആ ഛായയിൽ അല്പമെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തിത്വത്തിന് ഒരു പോറലേറ്റിട്ടുണ്ടെങ്കിൽ, അത് വീണ്ടെടുക്കാൻ വേണ്ടി കർത്താവ് യേശുവിനെ, തൻ്റെ പുത്രനെ നമ്മുടെ സാദൃശ്യത്തിൽ അയച്ചിരിക്കുക. ഈ പാപം ചെയ്ത മനുഷ്യനെ പോലെ തന്നെ ആ മനുഷ്യരിൽ ഒരാളായിട്ട് തൻ്റെ മകനെ മനുഷ്യാവതാരം ചെയ്ത് അയച്ചുകൊണ്ട്, ആ മകൻ ഒന്ന് കൈവീശി കാണിച്ചെല്ലാവരും ശ്രദ്ധിക്കണേ. വലിയ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ആ മകൻ ഈ പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്ന ആ മനുഷ്യനിലെ, വാസ്തവത്തിൽ പാപം മൂലം മരണമുണ്ടായി എന്നുള്ള ഒരു വാസ്തവമുണ്ട്. പാപം മൂലമാണ് മരണം. എങ്ങനത്തെ മരണം? പാപം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആത്മീയമായി നമ്മുടെ ആത്മാവിന് ഉണ്ടാകുന്ന മരണം. ആ മരണത്തിൽ നിന്നും യേശു വീണ്ടെടുത്തത് യേശുവിൻ്റെ മരണത്തിലൂടെയാണ്. ഇത് നമുക്കറിയാം. പക്ഷെ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുറച്ചുകൂടി വളർച്ചയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൻ്റെ മരണത്താൽ നമ്മുടെ മരണത്തെ ജയിച്ചു. മരണത്താൽ മരണത്തെ ജയിച്ചു. യേശു മരിച്ചു എന്ന് പറഞ്ഞാൽ യേശു മരിക്കുമോ? ദൈവം എന്തെങ്കിലും മരിക്കുമോ? ഇല്ലേ? അപ്പൊ യേശു മരിച്ചു എന്ന് പറഞ്ഞാൽ യേശു നമ്മുടെ പാപത്തിൽ നിന്നും നമ്മുടെ മരണത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുന്നതിന് തൻ്റെ ജീവനെ നമുക്ക് നൽകി എന്നർത്ഥം. തൻ്റെ ജീവനെ നമുക്ക് നൽകി. തൻ്റെ ജീവനെ നമുക്ക് നൽകിയിട്ട് നമ്മുടെ ജീവനുമായിട്ട് ലയിച്ചപ്പോൾ ഇപ്പൊ എന്ത് സംഭവിച്ചു? നമ്മുടെ ജീവനിൽ ഉണ്ടായ പാപം മൂലമുള്ള ആ മരണത്തിൽ നിന്നും നമ്മൾ ഉയർക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായില്ലേ? മനസ്സിലായോ? ഓക്കെ. ഇല്ലെങ്കിൽ ഇതങ്ങ് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുക. അപ്പോൾ യേശു മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ആരും ഈ പാപത്തിന്റെ അടിമത്വത്തിൽ ജീവിക്കേണ്ടവരല്ല. യേശു കുരിശിൽ ആരുടെ പാപമാണ് ഏറ്റെടുത്തത്? നമ്മളുടെ പാപം ഏറ്റെടുത്ത് കഴിഞ്ഞോ ഇല്ലയോ? കഴിഞ്ഞോ? ഇതാണ് നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടാകേണ്ട ഉയർച്ച. ഓ, അത് പറയാറായിട്ടില്ലെങ്കിലും ഞാൻ പറയാം. ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിൽ വിഷമിക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ ഈ പറുദീസായിൽ നിന്നും അവരെ പുറത്താക്കി. നമ്മൾ ഈ പുറത്താക്കണമെന്ന് പറയുമ്പോൾ പണ്ട് ക്ലാസ്സിൽ വൈകി വന്നപ്പോൾ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെയൊക്കെയുള്ള ഒരു പണിഷ്മെന്റ് ആറ്റിറ്റ്യൂഡാണ് ഇല്ലേ?
ഇല്ലേ? നമ്മളതേ പഠിച്ചിട്ടുള്ളൂ, നമ്മളതേ അനുഭവമുള്ളൂ. നമ്മളെ പുറത്താക്കി, ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി, വീട്ടിൽ നിന്ന് പുറത്താക്കി, ഡ്യൂട്ടിയിൽ നിന്ന് പുറത്താക്കി, ഡിസ്മിസ്. ഇങ്ങനെയുള്ളൊരു ചിന്തയാണ് പറുദീസായിൽ നിന്നും അവരെ പുറത്താക്കി എന്ന് പറയുമ്പോൾ. എല്ലാവരും ഒന്ന് കൈവീശി കാണിച്ച് ശ്രദ്ധിച്ച് കേൾക്കണേ. അവരെ പുറത്താക്കിയതിൻ്റെ പിന്നിൽ വലിയ ഒരു രഹസ്യമാണ്. 3-ാം അധ്യായം, ഉൽപ്പത്തി 3-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. നിങ്ങളുടെ ശരിക്ക് കർത്താവ് വലിയൊരു കാര്യം ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ പുതിയ കാര്യം പരിക്കേൽപ്പിക്കും. കേട്ടോ, ഇതിന് പ്രോട്ടോ ഗോസ്പൽ എന്നാ പറയുന്ന. പ്രോട്ടോ ഗോസ്പൽ അതായത് ആദ്യ സുവിശേഷം. ഉൽപ്പത്തിയിൽ തന്നെ ഈ വരാനിരിക്കുന്ന രക്ഷാകര പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള സുവിശേഷമാണ്. ഒന്നുകൂടി വായിച്ചത് എല്ലാവരും. നീയും സ്ത്രീയും തമ്മിൽ, അതായത് പിശാചും സ്ത്രീ. ഇവിടെ സ്ത്രീ എന്ന് ഇവിടെ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ അമ്മയാണ്. നീയും സ്ത്രീയും തമ്മിൽ, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും. അതാരാ അവളുടെ സന്തതി? യേശു. അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. ആര്? സ്ത്രീയുടെ സന്തതിയായ ഈശോ പിശാചിന്റെ സന്തതിയും പരമ്പരയുടെ തല തകർത്ത് അതിനെ നശിപ്പിക്കും. നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. കണ്ടിന്യൂ. അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഗർഭാശയങ്ങൾ ഞാൻ വർദ്ധിപ്പിക്കും, നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷമുണ്ടായിരിക്കും, അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലായാപനം ചെയ്യും. അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നത് വരെ നെറ്റിയിൽ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. ഇതാണ് എനിക്ക് വേണ്ടി വരുന്നൊരു പോയിന്റ്. നീ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട, മണ്ണിൽ നിന്ന് ഉണ്ടായ നീ മണ്ണിനോട് ചേരും. ഇതാണ് നമ്മുടെ ശരീരം ജീർണിക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യവും. മനുഷ്യൻ പാപത്തിലേക്ക് വീണ്ടും പോകും, കാരണം അവൻ്റെ ആ മണ്ണിൻ്റെ സ്വഭാവമാണ് അവനിലുള്ളത്. ഓക്കെ, ഇനി അടുത്തത് വാക്യം. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. ആദ്യം ഭാര്യയെ ഔവ എന്ന് വിളിച്ച കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ്. ദൈവമായ കർത്താവ് തോൽ കൊണ്ട് ഉടയാടെ ഉണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു. ഇപ്പൊ ഇവര് പാപം ചെയ്ത് കഴിഞ്ഞപ്പോ അവർക്ക് ലജ്ജ തോന്നുകയാണ്. അപ്പൊ അവർ അത്തി ഇലകൾ കൊണ്ടൊരു ഡ്രസ്സ് ഉണ്ടാക്കി. ഇത് കണ്ടിട്ട് കർത്താവ് പറഞ്ഞു, നീ എന്ത് കാണിച്ചേ, ഇതെന്ത് കോലം, നീ എന്തൊട്ട് ഡ്രസ്സായിട്ട് എങ്ങനെ ഇല്ലേ? പക്ഷേ കർത്താവ് എന്ത് ചെയ്തു? അവർക്ക് ഒരു ലെതർ ജാക്കറ്റ് ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ കരുണാർദ്രമായ സ്നേഹത്തിൻ്റെ രക്ഷാകരമായ നീതിയുടെ ഒരു ഉടയാട ദൈവം അവിടെ അവന് കൊടുക്കുകയാണ്. പാപിയായ മനുഷ്യനെ ആ പാപം മൂലമുണ്ടായ എല്ലാ പ്രത്യാഘാതങ്ങളിൽ നിന്നും അവനെ രക്ഷിക്കുന്നതിൻ്റെ ഒരു നടപടിയാണത്. അവന് ലെതർ ജാക്കറ്റ്, അവന് തുകൽ കൊണ്ടൊരു വസ്ത്രം ഉണ്ടാക്കാൻ. എങ്ങനെയാണ് തുകൽ കൊണ്ട് വസ്ത്രം ഉണ്ടാക്കിയത്? വല്ല ലെതർ ഫാക്ടറി ഉണ്ടായിരുന്നു അവിടെ? എങ്ങനെയാ തുകൽ ഉണ്ടാക്കിയത്? ഏതെങ്കിലും ഒരു
മൃഗത്തെ ഈ ആദത്തിനും ഹവ്വായ്ക്കും അവരെ പ്രതി അറുത്ത് കാണും, ഇല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു മൃഗം ഇവരെ പ്രതി ബലിയായി കാണും. ഏത് മൃഗമാകാനാണ് നിങ്ങളുടെ നോട്ടത്തിൽ സാധ്യത? എന്താ കണ്ടോ? പ്രൈസ് ദ ലോർഡ്. ആട്ടുംകുഞ്ചി കണ്ടോ? യു ആർ വെരി റൈറ്റ്. ഇതാണ് വെളിവെന്ന് പറയുന്നത്. ഇവിടെ വല്ലതും പറഞ്ഞു ആട്ടുകുഞ്ഞാണ്. ഇപ്പൊ നോക്കി, അതായത് അങ്ങനെ ഈ കുഞ്ഞാട് രക്ഷാകര പദ്ധതിയിൽ പ്രവേശിച്ചിരിക്കുന്നു. അന്നേ മുതൽ കുഞ്ഞാടിന്റെ ജീവൻ ബലിയായി നൽകിക്കൊണ്ട്, ആ കുഞ്ഞാടിന്റെ തുവൽ കൊണ്ട് ആദമപ്പാപ്പനും ഉടയാടം ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ ദൈവം ആദം പാപം ചെയ്തു എങ്കിലും ആ പാപത്തെ പ്രതി അവനെ വഴക്ക് പറയുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അവനെ രക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പദ്ധതി അനാവരണം ചെയ്യാൻ ആരംഭിക്കുകയാണ്. തുടർന്ന് വായിക്കാം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിതാ നന്മയും തിന്മയും തിരിച്ച് ഒരു ലൈൻ വിട്ടുപോയി. നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ആര് പറയുന്നത്? ഒന്ന് കൈവീശി കാണിച്ച് എല്ലാവരും. ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, പക്ഷെ എൻ്റെ അകത്ത് പറയാൻ തോന്നിയുകൊണ്ട് പറയിക്കുകയാണ് കേട്ടോ. ഇത് ബുദ്ധിമുട്ടാണ് എങ്കിലും അതങ്ങ് നിങ്ങളങ്ങ് വിഴുങ്ങ്. എന്ത് പറഞ്ഞു? ഇതാ മനുഷ്യൻ നമ്മിൽ ഒരുവനെ പോലെ നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിവുള്ളവനായിരിക്കുന്നു. തുടർന്ന് വായിക്കാം. ഇവൻ ഇനി കൈ നീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പറിച്ചു തിന്ന് അമർത്യനാകാൻ ഇടയാകരുത്. കർത്താവ് അവരെ ഏദെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇത്രയും മതി. ഇവിടെയാണ് ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവിക രഹസ്യങ്ങൾ, നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണമേ, മനസ്സിലാക്കി തരണമേ. ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നുകൂടി കൈവീശി കാണിച്ച എല്ലാവരും. ഓക്കെ. ഈ പിശാചിന്റെ അസ്തിത്വത്തിൽ പിശാചും എന്താ പറയാ, എറ്റേണലാണ്. പിശാചും മരിക്കുന്നില്ല. പിശാചും മാലാഖമാരായിരുന്നു. ഇപ്പൊ മാലാഖമാരം ആയിരുന്നത് കൊണ്ട് അതൊന്നും മനസ്സിലാക്കണമെന്നല്ല. ആരാണ് ഈ പിശാച്? മാലാഖമാരായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അവരുടെ അസ്തിത്വത്തിൽ അവരാരാ? അവരുടെ ശക്തിയും ദൈവത്തിന്റെ ശക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? അപ്പൊ തിന്മയുടെ ശക്തി, ദൈവത്തിന്റെ ശക്തി എത്രയാന്ന് നമ്മൾ മനസ്സിലായി. ദൈവത്തിന്റെ ശക്തി അനന്തമാണ്, ഇൻഫിനിറ്റ് ആണ്. ആ റേഷ്യോയിൽ പിശാചിന്റെ ശക്തി എത്രത്തോളം ഉണ്ട്? അതും ആത്മാവാണ്, അതുകൊണ്ട് കുറച്ച് കുറവുണ്ടാവും അല്ലേ? എങ്ങനെ? അല്ലെങ്കിൽ ആത്മാവാണ്, അതുകൊണ്ട് ഒരേമാതിരി ശക്തിയാണ്. എന്താ ശക്തി? പിശാചിന്റെ ശക്തിയും ദൈവത്തിന്റെ ശക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് കൈവീശി കാണിച്ച് ഞാൻ പറയാം. അപ്പോ പിശാച് മാലാഖമാരുടെ പതനത്തിലൂടെയാണ് ഉണ്ടായത്. ദൈവം പിശാചിനെ ഉണ്ടാക്കിയില്ല. പക്ഷേ മാലാഖമാരെ ദൈവം സൃഷ്ടിച്ചു.
മാലാഖമാരുടെ വ്യക്തിത്വത്തിൽ അവർ സൃഷ്ടിയാണ്, അവർ അവർ എറ്റേണലാണ്, അവർ എന്താ പറയാൻ, അമർത്യത ഉള്ളവരാണ്, അവർ മരിക്കുന്നില്ല. എന്ന പോലെ തന്നെ അപ്പൊ അവരുടെ പതനം മൂലം അവർ പിശാചായി. അതായത് പിശാച് മാലാഖമാരുടെ പതനത്തിലൂടെ ഉണ്ടായതാണ്. അപ്പോൾ അവർ പിശാചായി കഴിഞ്ഞപ്പോൾ അവരും സൃഷ്ടി തന്നെയല്ലേ? സൃഷ്ടി തന്നെയാണോ അല്ലയോ? മനസ്സിലാക്കിയേ? അപ്പൊ പിശാച് സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടാവാണെങ്കിൽ, സൃഷ്ടാവ് എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ ശക്തി അനന്തമാണെങ്കിൽ, സൃഷ്ടി എന്നുള്ള നിലയിൽ പിശാചിന്റെ ശക്തി അനന്തമല്ല. എന്ന് പറഞ്ഞേ, അനന്തം അല്ല. മനസ്സിലായില്ലേ? സമാധാനായില്ലേ? പലരും വിചാരിച്ചിരിക്കുന്നത്, പിശാചി കർത്താവ് ചോദിച്ചതിനെ വരെ വെറുതെ വിട്ടല്ല, പിന്നെ നമ്മളെ വിടോ? അപ്പൊ പിശാചിനെ പ്രതി നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പിശാചിനെ പ്രതി ഭയമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ രഹസ്യം അറിയില്ല എന്നർത്ഥം. ഏത്? പിശാച് ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും ദൈവം അനന്തമാണ്, പിശാച് അനന്തമല്ല. പക്ഷെ ശക്തിയുണ്ട്. ശക്തി ഉണ്ടെങ്കിലും ഹീസ് എ creature and God is creator. 397 കാറ്റഗിസം 390